ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഡ്രീം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഞാൻ നമ്മുടെ ചീവീട് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒന്ന് പതിയെ വ്ളോഗ് എടുക്കാൻ വന്നു കേട്ടോ. അപ്പൊ ഈ വീഡിയോയിൽ ചീവീടിന്റെ സൗണ്ട് അത്രയ്ക്ക് അങ്ങനെ ഇല്ലാന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇന്നും ഞാൻ ഇതേപോലെ എന്റെ മിനി ഗാർഡനിലോട്ടുള്ള വേറൊരു സാധനം ഉണ്ടാക്കിയ വിശേഷമായിട്ട് വന്നേക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് കുറെ കയറും ആക്രി വർക്കിലാണ് ഇപ്പൊ എന്റെ തൊഴിലെന്ന്. ആക്രി എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കളഞ്ഞിട്ടേക്കുന്ന സ്ഥലവും ഇപ്പൊ നമ്മൾ വേസ്റ്റ് ആയി ഇപ്പൊ ഒരു ബക്കറ്റിൽ, ഇപ്പൊ വീട്ടിലാണെങ്കിൽ പുറത്ത് ഒരു ബക്കറ്റിൽ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് പറ്റിയതൊക്കെ ഒരേപോലൊക്കെ നോക്കിയെടുത്ത്, അതേപോലെ പിന്നെ ചൂടിക്കാർ ഇങ്ങനെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ തപ്പി പെറുക്കിയെടുത്ത് പിന്നെ അത്യാവശ്യം വേണ്ടത് അയൽവക്കത്ത് വീട്ടിൽ നിന്നൊക്കെ ഒപ്പിച്ചിട്ട് ആണ് ഇതേപോലെ ഓരോന്ന് ചെയ്ത് കൂട്ടണം കേട്ടോ. അപ്പൊ ശരിക്കും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ചെയ്യാൻ, ഭയങ്കര രസമാണ് ഇങ്ങനെ ചെയ്യാൻ. നമ്മള് ഇപ്പൊ എനിക്ക് ഡ്രസ്സിന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞത് ഒരു ഡ്രസ്സ് തയ്ച്ചിട്ട് ഒരു ഡ്രസ്സ് സ്വന്തമായിട്ട് തയ്ച്ചിടുമ്പോൾ ഒരു സന്തോഷം, അത് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ എല്ലാ വീഡിയോയിലും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിലും ഓരോ സാധനങ്ങളായിട്ട് നമ്മുടെ ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം. അതും നമ്മൾക്ക് ഇതേപോലെ വേസ്റ്റ് സാധനങ്ങൾ, കുപ്പി, പാട്ട, എന്തായാലും ഇപ്പൊ ഞാൻ അടുത്ത് തന്നെ കണ്ടുപിടിച്ചേക്കുന്നത് പെയിന്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബക്കറ്റില്ലേ, ചെറിയ ബക്കറ്റ്, അതാണ്. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഇതൊന്നുമല്ല, നമ്മുടെ സാധാ കുപ്പി തന്നെയാണ്, ചൂടിക്കറിയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഏറ്റവും നമുക്ക് സ്പെഷ്യലായിട്ട് വാങ്ങിക്കേണ്ട സാധനം ഗൺ ഗ്ലൂ ഉണ്ടല്ലോ. ഗൺ ഗ്ലൂ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും നല്ല ഒട്ടണ സാധനം ഉണ്ടല്ലോ. വേറെ ഫെവിക്കോളൊക്കെ വെച്ചിട്ട് അത്രക്ക് പോരാ. അപ്പൊ നമ്മുടെ ഗ്ലൂഗൺ എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കേട്ടോ. ഇങ്ങനത്തെ കയറുമായിട്ടുള്ള പരിപാടിക്കൊക്കെ അത് ഏറ്റവും നല്ലത് ഉപകരിക്കും. നമ്മുടെ ഗ്ലൂഗണ്ണായാലും 250 രൂപ മുതൽ കിട്ടുന്നോടെ. പിന്നെ സ്റ്റിക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ എന്നാലും നമുക്ക് എത്രയോ നല്ല റേറ്റിൽ നമുക്കൊരു സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിലേക്കാം. ഇപ്പൊ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, ഇപ്പൊ കയറുകൊണ്ട് ചുറ്റിയ സാധനം നമ്മൾ പുറത്ത് വില വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിലയാണ്. അപ്പൊ അതൊന്നും വേണ്ടല്ലോ. ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിക്കണമെന്നല്ല, നമ്മളുടെ അത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മിക്കവാറും ഈ മിനി ഗാർഡൻ, എന്റെ ഒരു മിനി ഗാർഡൻ സെറ്റായി വരുമ്പോഴത്തേക്കും എനിക്ക് ആക്രി എന്നുള്ളൊരു പേര് വീഴുന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ തന്നെ പലരും വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, പേര് കിടക്കട്ടെ, കുഴപ്പമില്ല. എന്നാലും എനിക്ക് സന്തോഷമുണ്ടല്ലോ, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷമുണ്ടല്ലോ. അപ്പൊ എന്തായാലും കുറച്ച് നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് ആക്രി എന്നുള്ള പേരൊന്ന് മാറ്റിയെടുക്കണം. അപ്പോ നിങ്ങളും ഉണ്ടാക്കി നോക്കാട്ടോ. അപ്പൊ ഇദ്ദേഹമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ആക്രിക്കാരൻ. അപ്പൊ ഇതില് ഇതേപോലത്തെ നമ്മുടെ ചൂടിക്കയറുണ്ട്. പിന്നെ ഇത് എന്ന് പറഞ്ഞ ഒരു വടിയാണ്. നമ്മുടെ തുടക്കണ മോപ്പില്ലേ, മോപ്പ് ഒടിഞ്ഞപ്പോ ആ കോല് എനിക്ക് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെടുത്തിട്ട് നമ്മ ഇങ്ങനെ ഉപയോഗിച്ച്, പിന്നെ പിസ്തയുടെ തൊണ്ട അതങ്ങനെ ചുമ്മാ വെച്ച്, പിന്നെ എൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ മണ്ണ് നിറക്കാനുണ്ട്. അപ്പൊ മണ്ണിങ്ങനെ നിറക്കാനുണ്ട്. പിന്നെ നമ്മളെ കുറച്ച് പായലെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഒന്നും കൂടെ മണ്ണൊന്ന് ഇതായിട്ട് സ്റ്റിക്ക് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും ആടിക്കൊണ്ട് ഒന്ന് കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നിർത്തണം. അപ്പൊ ഇതിൽ കുറച്ച് പുല്ലൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. പുല്ല് നമ്മളെ ചെടികൾ വെച്ചിട്ട് കാണുമ്പോൾ എപ്പോഴും ഇതിന് ഭംഗി ഉണ്ടാവാ. അപ്പൊ ഈ വീഡിയോ എടുക്കാനായിട്ട് പിടിച്ച് ഇവിടെ കുറച്ച് ഞാൻ ഡാമേജ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ പിസ്താത്തോണ്ടൊക്കെ രണ്ടെണ്ണം പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇനി ഒട്ടിച്ച് ശരിയാക്കണം. അപ്പൊ നമ്മള് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇത് ഉണ്ടാക്കണ കാര്യം പറയാൻ മറന്നുപോയി. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കാം. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം ഐഡിയ ഉണ്ടാവും എന്നല്ല ഞാൻ പറയണേട്ടാ. ഞാൻ ഇതേപോലെ 3 കുപ്പി എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത്, അതിൽ ഒരു കുപ്പി ഇച്ചിരി തടി കളയാനായിരിക്കണം കേട്ടോ. കട്ട് ചെയ്ത കുപ്പിയിലൊക്കെ നമ്മളിങ്ങനെ ചുടിക്കയറി ചുറ്റിയിട്ട് അറ്റത്തൊക്കെ ഗ്ലൂഗൺ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിക്കുക. പിന്നെ നമ്മൾ താഴെ ഹോൾ ഇട്ട് കൊടുക്കണം, നമുക്ക് ചെടി നടുമ്പോൾ വെള്ളം പോകണ്ട. പിന്നെ അതിനടുത്ത് ഇങ്ങനെ മോപ്പിന്റെ ഒടിഞ്ഞൊരു കഷ്ണം കേട്ടാ, അതും ഇതേപോലെ ചുടിക്കയറി ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട്. വല്ല പൈപ്പിന്റെ കഷ്ണം കിട്ടുകയാണെങ്കിൽ അതായാലും എടുത്താൽ മതി കേട്ടാ. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത്, നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ കുപ്പി ഇതിൽക്ക് ടങ്കീസ് വെച്ചിട്ട് ഇതേപോലെ കെട്ടി കൊടുക്കുക. നല്ല പശ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട്, ഞാൻ ഗ്ലൂഗൺ വെച്ചിട്ട് ഇത് ഒട്ടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല, കയറും തമ്മിൽ ചേർന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതേപോലെ ഒട്ടിച്ചെടുത്തിട്ട് പിന്നെ അതിൽ 2-3 പിസ്താത്തോണ്ട് ഇതേപോലെ ഒട്ടിച്ച്. അപ്പോൾ അത് വേണമെങ്കിൽ മതി കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ട്, ചുമ്മാ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കുപ്പി വേണ്ടത് അതിൽ മണ്ണൊക്കെ നിറച്ചിട്ട് ആ കോല അങ്ങോട്ട് കുത്തി ഇറക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3-4 കുപ്പി വെച്ചിട്ടൊക്കെ ചെയ്യാട്ടെ. അപ്പോൾ നല്ല രസമായിരിക്കും. പല പല പൊസിഷനിൽ ഇങ്ങനെ കൊടുത്തിട്ട് കുറച്ചുകൂടി നീളമുള്ള കോലൊക്കെ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനും ഇതേപോലെ തന്നെ മോപ്പിൻ്റെ വലിയ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതേപോലെ വലിയൊരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ശരിക്കും പെട്ടെന്ന് കഴിഞ്ഞില്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് അകത്ത് വെക്കുമ്പോൾ താഴെ നമ്മളൊരു ട്രേ വെക്കണം കേട്ടോ. അപ്പോൾ ട്രേയും വേണമെങ്കിൽ നമുക്ക് ചുടിക്കറി വെച്ച് ചുറ്റിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ മണി പ്ലാന്റോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ചെടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് കുപ്പി തന്ന കൂട്ടത്തിൽ അപ്പുറത്തേക്കുള്ള സുലേത്തെ ഈ ഒരു വട്ടം കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. വ്ലോഗ് എടുക്കാൻ പറ്റുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. അപ്പോ ഇനി കാണും വരെ ബൈ.